നമ്മുടെ നല്ലുമോളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ ഹസ്ബൻഡാണ്. എന്റെ വൈഫ് പഠിപ്പിക്കുന്നുണ്ടല്ലേ? ശരി. മോളെ പേരെന്താ? ടീച്ചർ നല്ലതായിട്ട് പഠിപ്പിക്കും കേട്ടോ. നല്ല ആണോ? നല്ല അഭിപ്രായം. എല്ലാവർക്കും ഒക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ ഈ കടയും ഇതൊക്കെ ബേക്കറി സ്വന്തമല്ലേ നമ്മളെ? അല്ല, നമ്മുടെ സ്വന്തമാണ്. പിന്നെ ടീച്ചറിനെ ഇങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കാനൊക്കെ വിടേണ്ട കാര്യമുണ്ടോ? അത് അവളുടെ ഒരു ആഗ്രഹം കൊണ്ട് വിടുന്നതല്ലേ. അത് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കുട്ടികളൊക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോകുന്നത്. വേറൊന്നുമല്ല, നമ്മളീ പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ അവരുടെ ഇഷ്ടത്തിനൊക്കെ വിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവർ നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. അവരുടെ സ്വഭാവത്തിന് വേറെ പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ വെളിയിൽ ഇങ്ങനെ അങ്ങനെ അല്ലല്ലേ അത് പരക്കെ. അതിന് കാരണം എന്നറിയാമോ? പരക്കെ പറയുന്നത് മോശം അഭിപ്രായം പറഞ്ഞത് അതെന്നറിയാമോളിയാ. ടീച്ചർ ഒരുവിധപ്പെട്ട് പഠിക്കാൻ പോണ അടുത്ത എല്ലാ ആണുങ്ങളുള്ളത് മാത്രം ടീച്ചർ പോകണം എന്നുള്ള ഒരു പരാതിയാണ്. അതായത് കാരണം അല്ല, ഞാൻ തുറന്ന് പറയാതിരുന്നതിന് നിങ്ങൾക്ക് പ്രശ്നമാവും. വെളിയിൽ പറയണത് ഈ ടീച്ചർ ഈ തടിമിടുക്കുള്ള ആണുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ നോക്കി ട്യൂഷൻ പഠിപ്പിക്കാൻ പോണു എന്നൊരു പരാതിയുണ്ട്. പക്ഷെ നമുക്കും ഒക്കെ പേര് ദോഷമാണ്. ഞങ്ങൾക്കും അങ്ങനെ രാജസാറിന്റെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ? അതാണ് അങ്ങനെ ട്യൂഷൻ ടീച്ചർമാരെ ഒക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. നമ്മുടെ ഈ നാടല്ലേ, നമുക്ക് ഒരു 1000 കുടത്തിന്റെ ഭാഗം മൂടി കെട്ടാം. പക്ഷേ മനുഷ്യന്മാരെ ഭാഗം മൂടി കെട്ടാൻ പറ്റുമോ? അല്ല, അങ്ങനെ പറഞ്ഞ ടീച്ചർ അങ്ങനെ മോശക്കാരി ഒരു സ്ത്രീ അല്ല. രാജസാറിന്റെ വീട്ടിൽ ഉണ്ടായ വിഷയം അത് ലളിത ടീച്ചർ അല്ലേ? ടീച്ചർ അല്ല. അല്ലല്ല, അത് അവിടെ സാറ് പിള്ളേരെ അവരെയൊക്കെ വീട്ടിൽ ഭാര്യയെ വീട്ടിൽ പറഞ്ഞോളൂ. 2 ദിവസം അടുപ്പിച്ച് ക്ലാസ് ട്യൂഷൻ എടുക്കാൻ വന്നായിരുന്നു. ഒരു ദിവസം പുള്ളി തന്ത്രപരമായിട്ട് ഭാര്യയും മക്കളൊക്കെ പറഞ്ഞിട്ട് ഇയാൾ മാത്രം വെയിറ്റ് ചെയ്തു. അപ്പൊ ടീച്ചർ കയറി വന്നു. ഈ സമയത്ത് കല്യാണം പറഞ്ഞ് വേറെ ആൾ വന്നപ്പോൾ ചോദിക്കും സെറ്റപ്പാ എന്നൊക്കെ ചോദിച്ചാൽ ആകെ. അല്ല, നിങ്ങളുടെ ഭാര്യ ടീച്ചർ അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകും. നിങ്ങളുടെ വൈഫ് അങ്ങനെ അല്ല. ഒരു കാര്യം ഉണ്ടാ, ഒരു കാലം വല്ലാത്ത കാലമാണ്. നമ്മൾ സൂക്ഷിക്കണം. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും കേട് മരത്തിന് തന്നെയാണ്. അപ്പൊ അത് സൂക്ഷിക്കണം മരം കേട്ടോ.